കണ്ണൂരിലെ പിണറായിയുടെ വീടിന് മുന്നിലേക്ക് പോയാൽ അവിടെ CPM പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. പിണറായിയുടെ വീടിന് മുന്നിലാണ് ഇപ്പോൾ നേതാക്കളും പ്രവർത്തകരും അടങ്ങുന്ന വലിയ കൂട്ടം അവിടെ എത്തി ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. സൈഫ് സൈനുലാബ്ദീൻ ഉണ്ട് പിണറായി വിജയന്റെ വാടക വീടിന് മുന്നിൽ നിന്നും. സൈഫ് നേരത്തെ പറഞ്ഞു വന്നിരുന്ന കാര്യം, ഇന്നലെ CMRL ഹർജി തള്ളിയതിന് പിന്നാലെ തന്നെ ഏത് നിമിഷവും EDയുടെ ഒരു റെയ്ഡ് ഉണ്ടാകും എന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ ഇന്ന് പുലർച്ചെ മുതൽ ഒരു മിന്നൽ റെയ്ഡിന്റെ സ്വഭാവത്തിൽ, എന്ന് വെച്ചാൽ ഇത്രയും കേന്ദ്രങ്ങളിൽ 12ഓളം കേന്ദ്രങ്ങളിൽ ഈ രീതിയിലുള്ള ഒരു റെയ്ഡ് പിണറായി വിജയനോ CPM കേന്ദ്രങ്ങളോ കണക്ക് കൂട്ടിയിരുന്നോ? ഇപ്പോൾ ഒരു ഏറെക്കുറെ 3 മണിക്കൂർ പിന്നിടുമ്പോൾ റെയ്ഡിന്റെ പുരോഗതി സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്കുണ്ടോ സൈഫ്? 4 മണിക്കൂർ പിന്നിടുന്നു സൈഫു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടത് ED തെരഞ്ഞെടുത്ത ദിവസം, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് ആ വിധി വരുന്നത്. അത് CMRL നൽകിയ ഹർജി തള്ളിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാം EDക്ക് എന്ന നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുന്നു. അത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വിധി വരികയായിരുന്നു. പിന്നീട് ഇതിന്മേൽ ഏതെങ്കിലും തരത്തിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി CMRLനോ മറ്റോ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇന്നലെ വൈകുന്നേരം വരുന്നു, വിധി പകർപ്പ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുറത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് അപ്പീൽ നൽകണമെങ്കിൽ വിധി പകർപ്പ് വേണം. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഹൈക്കോടതി അവധിയാണ്. അതുകൊണ്ട് ED അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിയമപരമായി കോടതിയെ സമീപിക്കാൻ കഴിയാത്തൊരു നിയമപ്രശ്നം കൂടി അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. 2 ദിവസം സർക്കാർ അവധി ആയതുകൊണ്ട് ഹൈക്കോടതി പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നും നാളെയും ഇപ്പോൾ ഇന്ന് നിയമപരമായി നേരിടണമെങ്കിൽ കോടതി തുറന്നിരുന്നെങ്കിൽ ഇന്ന് നിയമപരമായി രാവിലെ അതിനെ നേരിടാമായിരുന്നു. കാരണം ED അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നിയമപ്രശ്നം നിലനിൽക്കുന്നത്. ഇന്ന് നാളെ അവധിയാണ്. ഇനി വെള്ളിയാഴ്ചയാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. വെള്ളിയാഴ്ച തുറന്ന് പ്രവർത്തിച്ചാലും EDക്ക് വേണമെങ്കിൽ ചില കൂടുതൽ സമയം ആവശ്യപ്പെടാം. ഇതിന്റെ റിപ്പോർട്ടും മറ്റും തയ്യാറാക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെടാം. ചുരുക്കത്തിൽ നിയമപരമായ ഒരു പോരാട്ടത്തിന് കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്ന സാങ്കേതിക പ്രശ്നം ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് EDയുടെ സംഘം, 3 കേന്ദ്രങ്ങളിൽ നിന്നുള്ള സംഘം, എറണാകുളത്ത് നിന്ന്, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന്, ചെന്നൈയിൽ നിന്നുള്ള 3 സംഘം 12 ഇടങ്ങളിൽ, കേരളത്തിൽ 10 ഇടങ്ങളിലും ബാംഗ്ലൂരിലെ 2 ഇടങ്ങളിലും റെയ്ഡ് നടത്തുന്നത്. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ ഈ വാടക വീട്ടിലും, അതുപോലെ തന്നെ കണ്ണൂരിലെ വീട്ടില്, മുഹമ്മദ് റിയാസിന്റെ വീട്ടില്, അതുപോലെ തന്നെ എക്സാലോജിക്കിന്റെ മാനേജറായിരുന്ന ഒരാൾ ശ്രീകാര്യത്ത് താമസിക്കുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിലടക്കം 12 ഇടങ്ങൾ, പിന്നെ CMRLന്റെ ഓഫീസ്, CMRLന്റെ 2 ഉദ്യോഗസ്ഥരുടെ ഓഫീസ്, അങ്ങനെ 12 ഇടങ്ങളിലാണ് ഈ റെയ്ഡ് നടക്കുന്നത്. ഇത് 4 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് ഇതുവരെ ലഭിച്ച വിവരം വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അത് വീണയോട് ചോദിച്ച കാര്യങ്ങൾ, ഇത് ഈ കേസിന്റെ ആസ്പദമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു സൈഫു. കാരണം 2017 മുതൽ 20 വരെയുള്ള കാലയളവിൽ CMRL എന്ന കമ്പനിയിൽ നിന്ന് വീണ വിജയന്റെ വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് 1,72,00,000 രൂപ നൽകുന്നു. 1,72,00,000 രൂപ നൽകിയത് അത് അവിടുത്തെ ഒരു ഡയറിയിൽ നിന്ന്, CMRLന്റെ ഡയറിയിൽ നിന്ന് ആദായ നികുതി തർക്കപരിഹാര ബോർഡുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ആ ഡയറി കിട്ടുകയും അതിനകത്ത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർക്കും വ്യക്തികൾക്കും പണം നൽകിയതിനൊപ്പം വീണയ്ക്കും പണം നൽകിയെന്ന കണ്ടെത്തലുണ്ടായിരുന്നു. ആ ഉത്തരവാണ് ഈ വിവാദങ്ങൾക്കെല്ലാം തുടക്കമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് ഈ പണം നൽകിയത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഉയർന്നു വന്ന രാഷ്ട്രീയ ചോദ്യം, സേവനം നൽകാതെ എന്തിനാണ് വീണയുടെ കമ്പനിക്ക് 1,72,00,000 രൂപ നൽകിയത്? അതാണ് ഒരു രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടർന്നത്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് സേവനം നൽകാതെ പണം നൽകിയെന്ന ആരോപണം ഉയർന്നു വന്നു. വീണ പല ഘട്ടങ്ങളിൽ പിന്നീട് അത് SFIO ഏറ്റെടുക്കുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് അടക്കം അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ വീണ ഡൽഹി ഹൈക്കോടതി അടക്കം സമീപിച്ചു. അപ്പോഴെല്ലാം വീണ പറഞ്ഞത് ഞങ്ങൾ നൽകിയ സേവനത്തിനാണ്
ഞങ്ങൾക്ക് പണം നൽകിയത് എന്നാണ്. എന്ത് സേവനം എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരോട് നമ്മൾ ചോദിച്ചിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിനിടയിൽ ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്. ആ പ്രസ്താവനയിൽ പറയുന്നത്, അല്ലെങ്കിൽ ആ നേതാക്കന്മാരുടെ വാചകത്തിൽ കൃത്യമായി അവർ പറഞ്ഞു വെക്കുന്നത്, രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ കരാർ, ആ നിയമപരമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ടി വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് CMRL പണം നൽകിയത്. അപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്ത് കരാർ, എന്താണ് അവർ തമ്മിലുള്ള കരാർ, എന്താണ്, എന്ത് സേവനമാണ് നൽകുന്നത് എന്ന്. അതിന് നേതാക്കന്മാർ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. പല ഘട്ടങ്ങളിലും അങ്ങനെ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സേവനം നൽകാതെയാണ് ഈ പണം കൈപ്പറ്റിയത് എന്ന് പറയുമ്പോഴാണ് അതിന് മാസപ്പടി എന്ന പേരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അതിന് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ വേണ്ടി CPM ശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ടി വീണയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം നടക്കുന്നത്. വീണയിലൂടെ മുഖ്യമന്ത്രിയാണ് ലക്ഷ്യം വെക്കുന്നത്, അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള രാഷ്ട്രീയ ആരോപണം പറഞ്ഞുകൊണ്ടാണ് CPM അതിനകത്ത് പ്രതിരോധം തീർക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ നിലപാടിൽ CPM ഇതുവരെയും മാറ്റം വരുത്തിയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ മുതൽ കാണുന്നുണ്ട്, റെയ്ഡ് ആരംഭിച്ച ഘട്ടം മുതൽ നമ്മൾ കാണുന്നുണ്ട് CPM-ന്റെ പലയിടങ്ങളിലായ പ്രതിഷേധം. CPM അതിന്റെ സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നാണ് CPM വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ റെയ്ഡിനെ അവർ രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത്. അതിന്റെ കാരണം അത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറിയതിന് പിന്നാലെ ഈ റെയ്ഡ് ഉണ്ടാവുന്നു. അത് പ്രതിപക്ഷ നേതാവ്, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കുന്നതിന് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP സർക്കാർ പല സംസ്ഥാനങ്ങളിലും പലതും ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് എന്നുള്ള രാഷ്ട്രീയ ആരോപണം ഇതിനോടകം തന്നെ ചമച്ചു കഴിഞ്ഞു CPM. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MA ബേബിയുടെ ഒരു വാചകം, അദ്ദേഹം പറയുന്ന ഒരു വാചകം, അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലെ ഏറ്റവും അവസാനത്തെ വാചകം പ്രസക്തമാണ്. UDF സർക്കാർ ഇതിൽ പങ്കാളിയാണോ എന്നുള്ള ചോദ്യം മുന്നോട്ട് വെക്കുകയാണ്. UDF സർക്കാരിന്റെ അറിവോടുകൂടിയാണോ ഇത് നടക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി മുന്നോട്ട് വെച്ച് അതിനെ BJPയും UDF-ഉം തമ്മിലുള്ള രാഷ്ട്രീയ കണക്ഷനാക്കി മാറ്റി അതിനെ പ്രതിരോധിക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഇതുവരെയും UDF പറഞ്ഞുകൊണ്ടിരുന്നത് CPM-ഉം BJPയും പിണറായി വിജയനും BJPയും തമ്മിൽ ഡീലുണ്ടായിരുന്നു എന്നാണെങ്കിൽ അത് നേരെ തിരിക്കുകയാണ് CPM ഇപ്പോൾ ചെയ്യുന്നത്. ഈ റെയ്ഡ് UDF സർക്കാരിന്റെ കൂടി മൗനാനുവാദത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ UDF സർക്കാർ ഇതിൽ പങ്കാളിയാണ് എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് MA ബേബിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CPM അതിന്റെ സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും റെയ്ഡ് ഇപ്പോൾ 4.25 മണിക്കൂർ പിന്നിടുന്നു. 4.25 മണിക്കൂർ പിന്നിട്ടിട്ടും റെയ്ഡ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഫ്,